സുനിൽ, ഒടുക്കം ഇപ്പോ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് LDF ചർച്ച ചെയ്തതിന് ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് MA ബേബി പറഞ്ഞ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. CPI തന്നെ CPM-ന് രേഖാമൂലം എതിർപ്പറിയിച്ച മന്ത്രിസഭയിൽ മന്ത്രിമാരെല്ലാം എതിർപ്പറിയിച്ച ഒരു അന്തിമ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ഇന്നലെ CPIക്ക് ഒരു ഇടുത്തി പോലെയാണ് ആ വാർത്ത വന്ന് വീഴുന്നത്. PM ശ്രീയിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ MOU സൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ CPIയുടെ എല്ലാ എതിർപ്പുകൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞതുപോലെ എന്ത് CPI എന്ന നിലപാട് തന്നെയാണ് CPM അതിനകത്ത് എടുത്തിരിക്കുന്നത്. എത്ര കണ്ട് CPIക്ക് പരിക്കേൽപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് CPM കടന്നിരിക്കുന്നത്? ഇത് മുന്നണിക്കകത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? CPI വഴങ്ങിയിരിക്കാനാണോ സാധ്യത, അല്ലെങ്കിൽ കുറെ കൂടി മുന്നണി ബന്ധം കലുഷിതമാകാനാണോ സാധ്യത? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സൈഫ്, വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നുപോകുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം പല ഘട്ടങ്ങളിലും സ്വന്തം നിലപാടുകൾ CPM-ന് മുന്നിൽ അടിയറ വെക്കേണ്ട ഘട്ടം പലപ്പോഴും CPIക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും കണ്ടതാണ്. അവരുടെ ശക്തമായ പല എതിർപ്പുകളും പല വിഷയങ്ങളും ഉണ്ടായെങ്കിലും അതിനൊന്നും പക്ഷേ വില കൽപ്പിക്കപ്പെടുന്നില്ല. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് തന്നെ പോലും നേരത്തെ CPIയുടെ മന്ത്രിമാർ ഇറങ്ങിപ്പോരുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ അത്ര വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടും CPI അങ്ങനെ ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് പലപ്പോഴും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് പല ഘട്ടത്തിലും കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, 2 ദിവസങ്ങളായി CPIയുടെ നേതൃയോഗങ്ങൾ ചേരുകയാണ്. മിനിങ്ങാന്ന് അവിടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം, ഇന്നലെ ജില്ലാ സംസ്ഥാന സമിതി യോഗം. ഈ 2 യോഗങ്ങളിലും അവരുടെ സംസ്ഥാന നേതൃയോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ കൃത്യമായി അവർക്ക് മറുപടി നൽകുകയാണ്. അതായത് അവരുടെ സംസ്ഥാന സെക്രട്ടറി അവരുടെ സംസ്ഥാന നേതൃത്വത്തോട് പറയുകയാണ്, ആ ഭാരവാഹികളോട് പറയുകയാണ്, ഒരു തരത്തിലും ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല PMC പദ്ധതി. അങ്ങനെ ഒരു ഉറപ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തിരക്കിട്ട ഒരു നീക്കത്തിലേക്കും പോവില്ല എന്നുറപ്പ് പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി. ആ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളുടെ വിശ്വാസ്യത പോലും തകരുന്ന തരത്തിലാണ് അന്ന് വൈകുന്നേരം തന്നെ, അതായത് ഇന്നലെ സംസ്ഥാന നേതൃയോഗത്തിലാണ് ബിനോയ് വിശ്വം അത്തരത്തിലൊരു ഉറപ്പ് കൊടുക്കുന്നത്. അന്ന് രാവിലെ ഈ ഉറപ്പ് കൊടുക്കുന്ന സമയത്ത് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പ് കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ കരാർ ഒപ്പിടാനായി ഡൽഹിക്ക് വണ്ടി കയറിയിരുന്നു. ഒരുപക്ഷെ അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അറിയാതെയാണോ എന്താണെന്ന് വരും മണിക്കൂറുകൾ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ഇത് ഒപ്പിട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം മാത്രമാണ് CPIയുടെ സംസ്ഥാന നേതാക്കൾ പോലും ഈ വിവരം അറിയുന്നത്. ഇന്നലെ രാത്രി ഈ വാർത്ത വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട CPI നേതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മുന്നണി മര്യാദയുടെ ലംഘനം മാത്രമല്ല, തികഞ്ഞ ധിക്കാരപരമായ സമീപനം കൂടിയാണ് ഉണ്ടായതെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിൽ CPIയെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയായി ഈ വിഷയം ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ന് ചേരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഏറെ നിർണായകമാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തും മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി പറയുക എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന സെക്രട്ടറിക്ക് ഇനി എന്താണ് പറയാനുള്ളത്, എന്ത് നിലപാടാണ് ബിനോയ് വിശ്വം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് ഇന്നെടുക്കുന്ന നിലപാടുകളും CPIയുടെ പ്രതികരണവുമൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുള്ള, വലിയ അനുരണനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതികരണങ്ങളിലേക്ക് അല്ലെങ്കിൽ നിലപാടുകളിലേക്കൊക്കെ CPI പോകുമോ എന്ന് കാത്തിരുന്ന് കാണണം. അതോ പഴയതുപോലെ മുഖ്യമന്ത്രി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് വിളിക്കുകയും ആ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം CPI ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുകയാണോ, അത്തരമൊരു പതിവ് കാഴ്ചയാണോ നടക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. മാത്രമല്ല ഇന്ന് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളും തിരുവനന്തപുരത്തുണ്ട്. അവർക്കും ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, അവരെന്താണ് പ്രതികരിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അറിയാതെയാണോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിയാലോചനകൾ നടത്താതെയാണോ ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായത് എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ മന്ത്രിസഭ ഈ വിഷയം അജണ്ടയായി എടുക്കുന്നില്ല. എന്നിട്ട് പോലും മന്ത്രി രാജൻ, CPIയുടെ പ്രതിനിധി, ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പോലും മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതായത് ചർച്ച ചെയ്യാമെന്ന് പോലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞില്ല. അങ്ങനെ പൂർണ്ണമായി അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPI ചെന്നെത്തുന്നുണ്ട്. സ്വാഭാവികമായും CPIയുടെ യുവജന സംഘടനകളടക്കം അതിശക്തമായ വിമർശനവുമായി രംഗത്തേക്ക് വരുന്നുണ്ട്. CPIയുടെ യുവജന സംഘടനയിലൊക്കെ ചില ജില്ലാ സെക്രട്ടറിമാരൊക്കെ മുന്നണി വിട്ട് പുറത്തേക്ക് പോകണമെന്നൊരു ആവശ്യം പോലും ഉന്നയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ. എന്തായാലും എന്താണ് CPI നിലപാട് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം.
ശരി സുനിൽ, അത് തന്നെയാണ് അറിയേണ്ടത്. CPI നിലവിൽ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി ആ അമർഷം എവിടെ എത്തി നിൽക്കും? അത് പതിവ് പോലെയുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിനോട് വിധേയപ്പെടുമോ, അതല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും നടപടികൾക്ക് അല്ലെങ്കിൽ എതിർപ്പ്? സുനിൽ പറഞ്ഞ പോലെ അവര് വലിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ AIYF, AISF ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളൊക്കെ അവരുടെ നേതാക്കളൊക്കെ FB അടക്കം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സമരങ്ങളിലേക്ക് പോകേണ്ടി വരും, വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് പോഷക സംഘടനകളൊക്കെ പറയുന്നു. ആ ഘട്ടത്തിൽ ബിനോയ് വിശ്വം വലിയ കുരുക്കിലും വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. എന്ത് തീരുമാനം എടുക്കുന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്. CPI യും CPM ഉം തമ്മിലുള്ള കളിയാണോ, CPM ഉം ട്രംപോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ MV ഗോവിന്ദൻ അറിയാതെ അങ്ങനെ ഒരു തീരുമാനം പിന്നെ മുഖ്യമന്ത്രി എടുക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അപ്പോ നേരത്തെ തത്വത്തിൽ തീരുമാനം എടുത്തു കാണുമോ, അങ്ങനെയെങ്കിൽ ഈ കണ്ടതെല്ലാം ഒരു നാടകമായിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. CPI അടിയറവ് പറയാൻ തീരുമാനിച്ചു എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPI കൂടിയാലോചന യോഗവും അറബ് ലീഗ് ഉച്ചകോടിയും ഒക്കെ ഒരുപോലെയാണെന്നുള്ള വിമർശനങ്ങളുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി PM ശ്രീയുടെ കാര്യത്തിൽ അറിയേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. CPIയുടെ നിസ്സഹായതയുണ്ട്. CPIക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ CPI ആ മുന്നണി വിട്ട് ഇറങ്ങിപ്പോന്നാൽ ഈ ഭരണം കഴിയാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി അങ്ങനെ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ CPI ഇറങ്ങിപ്പോകും, അത്രയും വലിയ രൂക്ഷമായ നിലപാടെടുക്കും? ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു പക്ഷേ ഒരു ചായ